ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമുക്ക് പിന്നെ ഒരു ദിവസം കൂടെ നൽകിയിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കോണം, ദൈവത്തിൻ്റെ സത്യത്തെ അറിയാൻ തക്കോണം നമുക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഇന്ന് എപ്പിസോഡ് 6 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ നരകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ദൈവം നിങ്ങളുടെ പിതാവാണ്. പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതാവാണ്. നിങ്ങളെ സൃഷ്ടിച്ച ദൈവം അവനാണ്. ആ സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ മാനിക്കുന്നോ ഇല്ലയോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ജീവൻ തന്നു, നിങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു, നിങ്ങളെ മനുഷ്യനാക്കി സൃഷ്ടിച്ചു, ഏറ്റവും മെച്ചമായ പൊസിഷൻ ഞങ്ങൾ തന്നു. നിങ്ങളെ സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തെ ഭരിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് വേണ്ടി മരണം നിങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതല്ല, അല്ലെങ്കിൽ നരകം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല, അല്ല നിങ്ങൾ ദുഃഖവും നെടുവീർപ്പും കഴിയാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതല്ല. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ അതേ രൂപത്തിൽ ദൈവത്തെ പോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ദൈവത്തെ പോലെ സൃഷ്ടിച്ച നമ്മൾ ആ ദൈവത്തോട് പിതാവിനോട് നമ്മൾ കാണിച്ച നന്ദി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ ആ പിതാവിനോട് നന്ദിയേട് കാണിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി എന്താണ് പറയേണ്ടത്? നിങ്ങൾ മനുഷ്യരെന്ന് പറയുന്നതിന് തന്നെ അതിന് നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം മൃഗങ്ങൾക്ക് ആ പിതാവും മാതാവിനെ പറ്റി യാതൊരു ഒരു പിടിയുമില്ല. അതിന് പിതാവേത് മാതാവേത് ഒന്നുമില്ല. അത് അതിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിതാവും മാതാവും ഒന്നുമില്ല. എന്നാൽ നമുക്ക് ദൈവം പിതാവിനെ തന്നിരിക്കുന്നു. ആ പിതാവിനെ തന്നത് മാത്രമല്ല, ആ ദൈവത്തിൻ്റെ ജ്ഞാനവും നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം നൽകിയിരിക്കുമ്പോൾ നമുക്ക് എന്തുവാണ് ചെയ്യേണ്ടത്? ആ പിതാവിനെ നമുക്ക് കൊടുക്കേണ്ട ബഹുമാനം, ആ പിതാവിന് കൊടുക്കേണ്ട അംഗീകാരം, ആ പിതാവിന് കൊടുക്കേണ്ട ചെയ്ത നന്മകൾക്ക് നന്ദി, ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ അതിനെപ്പറ്റി അധികം ചെയ്യുന്നില്ല. എന്നാൽ പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ച്, അതായത് ഈ ലോകത്തിലുള്ള സകല പ്രാണികളിലും ഏറ്റവും മെച്ചമായ രീതിയിൽ നിങ്ങളെ സൃഷ്ടിച്ച്, നിങ്ങൾക്ക് മനുഷ്യന് മാത്രമേ ഉള്ള ഒരു ദൈവം ഒരു കൃപാവരം കൊടുത്ത് എന്തെന്നറിയാമോ? സംസാരിക്കാനുള്ള കൃപാവരം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അന്യോന്യം സംസാരിപ്പാനും അന്യോന്യം നമ്മുടെ ഹൃദയങ്ങളുടെ കാര്യങ്ങൾ പറയുവാനും വേദനകൾ പറയാനും സന്തോഷങ്ങൾ പറയാനും എല്ലാം വേണ്ടി ദൈവം നമുക്ക് മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മൃഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് അങ്ങനെ ദൈവം നൽകിയിരിക്കുന്ന ആ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ ഓർക്കും. ഞാൻ പറഞ്ഞു, ദൈവം നമ്മളെ സൃഷ്ടിക്കുന്ന മുമ്പേ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നു. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? ദൈവം എനിക്ക് ഇന്ന കാര്യം തന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ദൈവത്തെ നമസ്കരിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി വായുവിനെ തന്നിട്ടുണ്ട്, അത് ഇഷ്ടം പോലെ തന്നിരിക്കുന്നു, വെള്ളം തന്നിരിക്കുന്നു, ആഹാരം തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ആരോഗ്യം തന്നിരിക്കുന്നു, എല്ലാം തന്നിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന മറുതലിച്ച് നിങ്ങൾ ജീവിക്കുന്നോ? അത് ശരിയോ തെറ്റോ? അതായത് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞേ, നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? എന്നെ മാത്രം. ഞാനാണ് ജീവനുള്ള ദൈവം. ഞാൻ ജീവനുള്ള ദൈവമായതുകൊണ്ട് നിങ്ങൾ എന്നെ വേണം ആരാധിക്കാൻ. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വേറൊരു ദൈവം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേറൊരു ദൈവം ഇല്ലാത്തപ്പോൾ നിങ്ങൾ വേറൊരു ദൈവത്തെ ഉണ്ടാക്കിയിട്ട് അത് എൻ്റെ ദൈവമാണ്, അല്ലെങ്കിൽ ഒരു കല്ലിനെ മണ്ണെ കൊണ്ടൊരു ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അത് പറയുകയാണ് അത് എൻ്റെ ദൈവമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ നിങ്ങൾ അവമാനിക്കുകയാണോ അതോ നിങ്ങൾ ദൈവത്തിന് മഹിമ കൊടുക്കുകയാണോ?
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹിമ നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതാണ്. അത് നിങ്ങൾ മറക്കാതെ നിങ്ങൾ ദൈവത്തിന് ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു. നിങ്ങൾക്ക് മക്കളുടെ മേൽ എന്തെങ്കിലും അധികാരമുണ്ടോ? മക്കളുടെ മേൽ എന്തെങ്കിലും അധികാരമുണ്ട്? നിങ്ങളൊരു മക്കളെ പ്രസവിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി അതിനെ വലുതാക്കി ആ മക്കളുടെ മേൽ നിങ്ങൾക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? മനുഷ്യന് മക്കളുടെ മേൽ അധികാരമില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അത് അധികാരം ആർക്കാണ്? ദൈവത്തിനാണ്. ദൈവത്തിന് എപ്പം വേണമെങ്കിലും അവരെത്തിച്ചെടുക്കാം. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മക്കളെ തന്നിരിക്കുകയാണ്. നിങ്ങൾ അവരെ പഠിപ്പിച്ച് വളർത്തി അവർക്ക് ദൈവത്തിൻ്റെ നന്മയെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ്. അതാണ് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മക്കളോട് ദൈവവചനം പറഞ്ഞ് ദൈവം ആരാന്ന് അവർക്ക് മനസ്സിലാക്കത്തക്കോണം നീ അവരെ ഗ്രഹിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നിന്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ അവരുടെ നെറ്റിയിൽ മേലും അവരുടെ കയ്യിലും കെട്ടി നടക്കണമെന്ന് പറഞ്ഞു. അവരുടെ വീടുകളുടെ മേൽ അത് എഴുതി വെച്ച് എന്നിട്ട് പോകുമ്പോഴും വരുമ്പോഴും വായിച്ച് ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കുവാൻ തക്കോണം നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് യഹൂദന്മാരോട് പറഞ്ഞു. എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളോട് ഒന്നും പറഞ്ഞില്ല. നമ്മൾ സൃഷ്ടിച്ചു. അവർക്ക് കൽപ്പന കൊടുത്തെങ്കിലും നമ്മൾ അന്യജാതിക്കാരും നമ്മൾ പരദേശികളുമാണ്. കാരണം നമ്മൾ ദൈവത്തോട് അകന്നു പോയി. നമ്മൾ ദൈവത്തെ മാനിക്കേണ്ട രീതിയിൽ മാനിച്ചില്ല. ദൈവത്തെ നമ്മൾ സേവിക്കേണ്ട രീതിയിൽ സേവിച്ചില്ല. അതിന് പകരം നമ്മൾ അന്യ ദൈവങ്ങളെ ഉണ്ടാക്കി ഉണ്ടാക്കിയ സൃഷ്ടാവിനെ നമ്മൾ അവമാനിക്കുന്നു, അല്ലെങ്കിൽ പിതാവിനെ അവമാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിതാവായ ദൈവത്തെ അവമാനിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് ആരധികാരം തന്നു? പിതാവായ ദൈവമാണ് നിങ്ങൾ സൃഷ്ടിച്ചതെന്ന് ഞാൻ പിന്നെയും എടുത്തു പറയുന്നു. ആ പിതാവായ ദൈവം പറയാം, നിങ്ങൾ പാപം ചെയ്യരുത്. എന്താണ് നിങ്ങൾ പാപം? എന്തുമായിരുന്നു? ദൈവം നിങ്ങളോട് ഒരു കൽപ്പന മാത്രം പറഞ്ഞു. എന്താണ് ദൈവം അവർക്ക് കഴിക്കാൻ വേണ്ടി, ആഹാരത്തിന് വേണ്ടി അവിടെ വൃന്ദാവനം ഉണ്ടാക്കി കൊടുത്തു. ആ വൃന്ദാവനത്തിൽ എല്ലാവിധമായ ആഹാരവും അവിടെ ഉണ്ടായിരുന്നു. അതായത് എല്ലാ സസ്യങ്ങളും എല്ലാ വൃക്ഷങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. എന്തെങ്കിലും ഒരു കുറവ് നോക്കില്ല. അത് നല്ല മനോഹരമായ ഫലങ്ങൾ, അതായത് നല്ല പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രുചിയുള്ള ഫലങ്ങൾ. അതിൻ്റെ രുചിയെപ്പറ്റി ആസ്വദിക്കാൻ തന്നെ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ഫലങ്ങളാണ് ദൈവം ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കിയത്. ദൈവം പറഞ്ഞു, നിങ്ങൾക്കിത് സകലവും കഴിക്കാം. നിങ്ങൾക്ക് 2 കൽപ്പനയാണ് ഞാൻ നിങ്ങളോട്. നിങ്ങളിത് സൂക്ഷിക്കണം. നിങ്ങളിവിടെ സൂക്ഷിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞ ഈ കൽപ്പന ഈ കൽപ്പന നീ മാനിക്കണം. അതായത് ഈ കൽപ്പന നീ അനുസരിക്കാതിരിക്കുക. എന്തോ കൽപ്പന? ഈ 1000 മരങ്ങളുള്ളതിൽ ഒരു മരത്തിൻ്റെ ഫലം നീ കഴിക്കുക. എത്ര? 1000 മരങ്ങൾ. 1000ങ്ങളോ അതിൽ കൂടുതലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. 1000 മരങ്ങളിൽ ഒരു മരത്തിൻ്റെ ഫലം നീ കഴിക്കരുത്. എന്നിട്ട് മനുഷ്യൻ എന്താണ് ചെയ്തത്? മനുഷ്യൻ ചെയ്തത് ആ ഫലം തന്നെ പറിച്ച് കഴിച്ചു. എന്താണ് മനസ്സിലുണ്ടായതെന്ന് അറിയാമോ? അവൻ്റെ മനസ്സിലെ വിചാരം എന്താണെന്നറിയാമോ? ദൈവമാര് അവനെ ഞാൻ അനുസരിക്കത്തക്കോണം കാര്യം എന്താ? അത് ആര് പറഞ്ഞു കൊടുത്തു? സാത്താനാണ് അത് പറഞ്ഞു കൊടുത്തത്. അവൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെ ആവും, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് കിടക്കും. ദൈവം നിങ്ങളെ സമ്പൂർണ്ണ ജ്ഞാനം തന്ന് നിങ്ങളെ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കവിഞ്ഞ ഏത് ജ്ഞാനമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് എല്ലാം സമ്പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ട്. ഏതെങ്കിലും കാര്യത്തിന് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, എനിക്ക് ഇന്ന കാര്യത്തിന് കുറവുണ്ടായതുകൊണ്ടാണ് ഞാൻ ആ ഫലം കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ജ്ഞാനം ഇല്ലായിരുന്നു. അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടിയാണ് ഞാൻ. ദൈവം സമ്പൂർണ്ണ ജ്ഞാനം. കാരണം അവന് അറിയാൻ പറ്റാത്ത യാതൊരു കാര്യമില്ല. അതിൻ്റെ സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. എന്താണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ? മൃഗങ്ങളെയെല്ലാം കൊണ്ടുവന്നു. ആദം എല്ലാ മൃഗങ്ങളെയും നോക്കിയിട്ട് അതിന് പേര് കൊടുത്ത് അതിനെ പറഞ്ഞു വിട്ടു. ദൈവം എന്തിനാ ഈ മൃഗങ്ങളെ കൊണ്ടുവന്ന് അവിടെ പ്രത്യേക ഇതുകൊണ്ട് അതായത് അവനൊരു തുണയെ ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത്.
എന്നാലും അവൻ മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരൊറ്റ മൃഗങ്ങളെ പോലും എടുത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അവൻ്റെ ആ മനുഷ്യൻ്റെ രീതിയിലുള്ള ആ മൃഗങ്ങളല്ല. ആ മൃഗങ്ങൾ മനുഷ്യനായിട്ട് മാറാൻ പറ്റത്തില്ല. ആ മൃഗങ്ങളെ അതിനെ ഓരോന്നിനും പേര് കൊടുത്ത് അതിനെ പറഞ്ഞയച്ചു. എന്നിട്ട് ദൈവം ചിന്തിച്ചു, ഇവന് തക്കതായ ഒരു തുണയെ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവനെ ഒരു ഗാഢനിദ്ര വരുത്തി അവൻ്റെ വാരിയലിൽ നിന്ന് ഒരു വാരിയലിലെടുത്ത് അവന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. ഈ സ്ത്രീയെ ഉണ്ടാക്കി നമുക്ക് ഗാഢനിദ്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗാഢനിദ്ര നമുക്ക് ഒരു കാര്യം പോലും നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. ആ ഗാഢനിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് സ്ത്രീയെ കണ്ടപ്പോൾ എന്ത് പറയുന്നു? പറഞ്ഞ കാര്യം നമ്മളൊന്ന് ചിന്തിക്കുകയും, അവൾ എൻ്റെ ശരീരത്തിൻ്റെ ശരീരവും എൻ്റെ മാംസത്തിൽ, എൻ്റെ അസ്ഥിയും എൻ്റെ മാംസത്തിൽ മാംസമാണ്. അതായത് എൻ്റെ ശരീരമാണ്, എൻ്റെ സ്വന്തം ശരീരമാണ് എന്ന് അവനുള്ള ജ്ഞാനം ആര് കൊടുത്തു? ജ്ഞാനമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് ഒരാൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അത് നിൻ്റെ ഭാര്യയാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പറയണമെന്നുണ്ടെങ്കിൽ അവൻ ഓർമ്മയില്ലാതെ ഉണ്ടെങ്കിൽ അവൻ നേരത്തെ അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല, അത് ഭാര്യയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണെങ്കിൽ ഒരു സ്ത്രീയെ കാണാത്ത ഒരു വ്യക്തി, ഒരു സ്ത്രീ തൻ്റെ മുന്നിൽ വന്നപ്പോൾ, സ്ത്രീയെ കണ്ടപ്പോൾ എന്താണ് പറയുന്നത്? ഇത് എൻ്റെ ശരീരം, ഇത് നരനിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ട് ഇവിടെ നാരി എന്ന് വിളിക്കും. അന്നേരം നരനിൽ നിന്നും ഉത്ഭവിച്ചു, അതായത് എന്നിൽ നിന്നും ഉത്ഭവിച്ചവളാണ്. എനിക്ക് തക്കതായ തുണ ഇവളെ മാത്രമാണ്. ഇതേപോലത്തെ ഒരു തുണ എനിക്കിനി കിട്ടാനില്ല. അസമ്പൂർണമായ സംതൃപ്തിയാണ് അവിടെ കാണുന്നത്. അന്നേരം അസമ്പൂർണമായ സംതൃപ്തിയോടുകൂടെ ആ സ്ത്രീയെ അവൻ സ്വന്തമാക്കി. ആക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്തെന്നറിയാമോ? ഇവൾ അപ്പനെയും അമ്മയും വിട്ട് ഭർത്താവിനോട് പറ്റിച്ചേരും. അന്നേരം ആദ്യം തന്നെ പിതാവിനോടും അമ്മയോടും അപ്പനോടും, ഈ സ്ത്രീയുടെ അമ്മയും അപ്പനും ആരാണ്? ദൈവം തന്നെയാണ് അവളെ സൃഷ്ടിച്ചത്. അവളെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ അവിടെ അപ്പനും അമ്മയും ആരാണ്? ആ ദൈവം തന്നെ. പറയുകയാണ്, അപ്പനെയും അമ്മയും വിട്ട് ഭർത്താവിനോട് പറ്റിച്ചേരും. അന്നേരം ദൈവം അവരെ യോജിപ്പിച്ചപ്പോൾ ആദ്യം എടുത്ത തീരുമാനം എന്നറിയാമോ? അവളോട് പറ്റിച്ചേർന്നിട്ട് ദൈവത്തോട് അകന്നു നിൽക്കുക. പാവം അകത്ത് കിടക്കുന്ന രീതി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള പാപങ്ങളുണ്ട്. ഒരു പാപം എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച കൽപ്പനകൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞത് ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതാണ് പാപം. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം. അതായത് നിന്നോടൊരു കൽപ്പന ചെയ്തു, നീ ഈ ഗേറ്റിന് പുറത്ത് പോരെന്ന് പറഞ്ഞാൽ നീ ആ ഗേറ്റിന് പുറത്ത് പോയപ്പോൾ നീ പറഞ്ഞ കൽപ്പന നീ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം നിന്നോട് കൽപ്പിച്ച ഫലം കഴിക്കരുതെന്ന് പറഞ്ഞാൽ അതാണ് ഔട്ട്സൈഡ് സിൻ, അല്ലെങ്കിൽ വെളിയിലുള്ള പാവമാണത്. രണ്ടാമത്തെ അത് മനസ്സിൽ നമ്മൾ ചിന്തിക്കുക. അവൻ ചിന്തിച്ചു, അവൻ മനസ്സിൽ പാവം, ഞാൻ ഇന്ന് ഈ ഫലം കഴിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകും, ഞാൻ ഈ ഫലം കഴിച്ചില്ലെങ്കിൽ ഈ സ്ത്രീ ഇവൾ കഴിച്ചുകൊണ്ട് ഇവൾ മരിച്ചു പോകുമ്പോൾ എന്നിൽ നിന്നും അവൾ വേർപെടും. അന്നേരം അവളിൽ നിന്ന് വേർപെടാതിരിക്കാൻ വേണ്ടി എന്ത് വേണം? അവൻ അറിഞ്ഞുകൊണ്ട് ആ ഫലം കഴിച്ചു. അറിഞ്ഞുകൊണ്ടാണ് അത് മനസ്സിൽ ഉറച്ച നിശ്ചയിച്ച് ചെയ്ത കാര്യമാണ്. അത് മനസ്സിലെ പാവം. അന്നേരം അത് നിശ്ചയിച്ചിട്ട് അവൻ ആ ഫലം കഴിച്ചു. കാരണം അതുകൊണ്ടാണ് നമ്മുടെ ആണുങ്ങളുടെ കഴുത്തിൽ ഒരു ചെറിയ ഒരു ഞൊട്ടിരിപ്പുണ്ട്. അത് ആഡംസ് ആപ്പിൾ എന്ന് പറയും. അതായത് അത് കഴിച്ചപ്പോൾ അവൻ ഇറക്കുമ്പോഴും പിന്നെയും ചിന്തിച്ചു, ഞാനിത് കഴിക്കണോ വേണോ, തുപ്പണോ വേണ്ടായോ. എന്നിട്ട് അവൻ മനസ്സിൽ ഒരു നിശ്ചയം എടുത്തു, ഞാൻ മരിച്ചാലും ജീവിച്ചാലും എനിക്ക് ഈ സ്ത്രീയുടെ കൂടെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എടുത്തൊരു നിശ്ചയം. ആ നിശ്ചയമാണ് അവനെ പാപത്തിലേക്ക് വീഴ്ചത്. എൻ്റെ സമയം ഇവിടെ അതിക്രമിച്ചു പോയി, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നിങ്ങളുടെ പിതാവ് അവനാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശാപം എന്തുമായിരിക്കും? ആ നരകം തന്നെയാണ്. ആ നരകം നിങ്ങൾക്ക് വേണ്ടിയല്ല, സാത്താൻ വേണ്ടി ഉണ്ടാക്കി ആ നരകത്തിലേക്ക് നിങ്ങൾ പോകും. ആ ദൈവത്തെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നാളെ പിന്നെയും വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം അനുവദിച്ചാൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.